السلام عليكم ورحمة الله وبركاته. അള്ളാഹുവിൻ്റെ അടിമകൾ അള്ളാഹുവിലേക്ക് ചേർത്തി അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന അഡ്രസ്സിൽ ചില വിശേഷണങ്ങൾ അള്ളാഹു തആല വിശുദ്ധമായ ഖുർആനിൽ പറയുന്നു. ആരാണ് അള്ളാഹുവിൻ്റെ അടിമകൾ? ഇബാദുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിൻ്റെ അടിമകൾ. സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹുവിലേക്ക് ചേർത്തി അള്ളാഹുവിൻ്റെ അടിമകൾക്കുള്ള വിശേഷണങ്ങൾ പറയുകയാണ്. വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വഇബാദുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിൻ്റെ അടിമകൾ ആരാണ്? അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, ഭൂമിയിൽ അവർ സഞ്ചരിക്കുമ്പോൾ വളരെ ശാന്തതയോടുകൂടെ നടന്നു പോകും. മാത്രമല്ല വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, അവിവേകികളായ വിവരമില്ലാത്ത ആളുകൾ അവരോട് അഭിസംബോധന ചെയ്യാൻ വരുമ്പോൾ ഖാലൂ സലാമ, അവർ സലാം പറഞ്ഞ് പിരിഞ്ഞു പോകും, സംസാരിക്കാൻ നിൽക്കില്ല. അതാണ് അള്ളാഹുവിൻ്റെ അടിമകൾ, അള്ളാഹുവിൻ്റെ അടിമയുടെ പ്രത്യേകത. രണ്ടാമതായി അള്ളാഹു പറയുന്നത് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ, രാത്രി സമയങ്ങൾ അവർ നിന്നും സുജൂദിലായും കഴിഞ്ഞുകൂടും. അതാണ് അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ട അടിമയുടെ വിശേഷണം. രാത്രി സമയങ്ങളിൽ നിന്ന് നിസ്കരിക്കുക, സാഷ്ടാംഗം ചെയ്യുക, അത് അള്ളാഹുവിൻ്റെ അടിമകളുടെ പ്രത്യേകതയാണ്. മാത്രമല്ല വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ. അള്ളാഹുവിൻ്റെ അടിമകൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കും. എന്താണ് ദുആ? റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, പഠിച്ചവനെ നരകത്തിൻ്റെ ശിക്ഷ ഞങ്ങളിൽ നിന്ന് നീ ഒഴിവാക്കി തരണേ പഠിച്ചവനെ. ഇന്ന അദാബഹാ കാന ഗറാമാ, നിശ്ചയം നരകശിക്ഷ എന്ന് പറയുന്നത് അത് കഠോരമാണ്. ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ, നരകത്തിൻ്റെ വാസസ്ഥലം, നരകമെന്ന വാസസ്ഥലം അത് താമസിക്കാനും അതുപോലെ സ്ഥിരമായി നിൽക്കാനും കൊള്ളാത്തതാണ്. വളരെ മോശമായ സങ്കേതമാണ് നരകം. അതുകൊണ്ട് ആ നരകം ഞങ്ങൾക്ക് നീ നൽകല്ലേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ വിശേഷണം. മാത്രമല്ല വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ, അവൻ എന്തെങ്കിലും ചെലവഴിക്കുമ്പോൾ അമിതവ്യയം ഉണ്ടാവുകയില്ല. അമിതമായി ഇസ്റാഫ് ചെയ്യുക, ആവശ്യമില്ലാതെ ചെലവാക്കുക. ഒരു വീടുണ്ടാക്കുകയാണെങ്കിൽ ആ വീടിന് വേണ്ടി ധാരാളം കാശ്, ഒരു വാഹനം വാങ്ങുകയാണെങ്കിൽ അവനോട് യോജിക്കാത്ത വാഹനം വാങ്ങി വെറുതെ ആവശ്യമില്ലാതെ വ്യയം നടത്തുക, അതുണ്ടാകൂല. അത് എൻ്റെ അടിമയുടെ പ്രത്യേകതയാണ്. അല്ലാഹു തആല എൻ്റെ അടിമ എന്ന നിലയിൽ ചേർത്തി പറഞ്ഞ മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങളാണ് ഇതെല്ലാം. അല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ, ചെലവഴിക്കുമ്പോൾ അമിതമായ വ്യയമുണ്ടാവുകയില്ല. വലം യഖ്തുറൂ, എന്നാൽ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ പിശുക്ക് കാണിക്കുകയുമില്ല. അത് അള്ളാഹുവിൻ്റെ അടിമയുടെ പ്രത്യേകതയാണ്. അമിതവ്യയവുമില്ല, എന്നാൽ പിശുക്കുമില്ല. വകാന ബൈന ദാലിക ഖവാമാ, അതിൻ്റെ ഇടയിൽ ഒരു മധ്യനിലവാരം പുലർത്തിയാണ് എൻ്റെ അടിമയുടെ ജീവിതം എന്ന് അല്ലാഹു തആല മുഅ്മിനീങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്നു. പിന്നെ ആരാണ് മുഅ്മിൻ, അല്ലാഹുവിൻ്റെ അടിമ? അല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ,
അള്ളാഹുവിനോടൊപ്പം വേറെ ഒരു ഇലാഹിനെ ആരാധിക്കുകയില്ല. വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അന്യായമായി അല്ലാഹു തആല നിഷിദ്ധമാക്കിയ ഒരു ശരീരത്തെയും വധിച്ചു കളയുകയില്ല, കൊലപ്പെടുത്തുകയില്ല. അതാണ് എൻ്റെ അടിമയുടെ വിശേഷം. അന്യായമായി ഒരാളെയും കൊല ചെയ്യുകയില്ല. ഒരാളെ കൊല ചെയ്യുമ്പോൾ, തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ കൊല ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഇസ്ലാമിക ഗവൺമെൻറ് പ്രകാരം തിരിച്ച് ഖിസാസുണ്ട്, പ്രതിക്രിയ. അത് ന്യായമായ കൊലപാതകമാണ്. അതുകൊണ്ടാണ് ഇവിടെ അന്യായമായി എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം. അപ്പോൾ മൂമിനായ മനുഷ്യൻ മറ്റൊരാളെ വധിച്ചു കളയുകയില്ല. വലാ യസ്നൂൻ. മൂമിനായ മനുഷ്യൻ ഒരിക്കലും വ്യഭിചരിക്കുകയില്ല. അപ്പോൾ ഒരിക്കൽ വ്യഭിചരിച്ചാൽ എൻ്റെ അടിമ എന്ന സർട്ടിഫിക്കറ്റ് പോയി. അള്ളാഹുവിലേക്ക് അവൻ എൻ്റെ കുട്ടിയെന്ന് പറയില്ലേ, അവർത്താനായി പറയണം. പിന്നെ നമ്മളൊക്കെ വേറെ ആൾക്കാരെ അടിമയാണോ എന്ന് ചിന്തിക്കണ്ട. നമ്മൾ നല്ല സേവനങ്ങൾ ചെയ്യുന്ന മാതാപിതാക്കളോട് ഇഷ്ടമുള്ള കുട്ടികളെ കുറിച്ച് എൻ്റെ കുട്ടിയാണെന്ന് പറയും. നല്ലത് ചെയ്യുമ്പോൾ ചീത്ത ചെയ്താൽ എൻ്റെ കുട്ടിയാണെന്ന് പറയും ഭാര്യയോട്. വേണ്ടാത്ത കാര്യം ഒരു കുട്ടി ചെയ്യുമ്പോൾ നമ്മൾ ഭാര്യയോട് പറയും എൻ്റെ കുട്ടിയല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറയും. നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ പറയും എൻ്റെ കുട്ടിയെന്ന് പറയും. അപ്പോൾ ഇതാണ് അല്ലാഹു തആല ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് അവൻ്റെ അടിമയ്ക്ക്. എൻ്റെ അടിമ എന്ന് പറയാൻ പറ്റിയ ആളുകളുടെ വിശേഷണം അതാണ് പറയുന്നത്. ഒരിക്കലും വ്യഭിചരിക്കുകയില്ല. ഒരിക്കൽ വ്യഭിചരിച്ചാൽ അവൻ എൻ്റെ അടിമ എന്ന അള്ളാഹുവിൻ്റെ സ്നേഹത്തോടുകൂടെയുള്ള ആ വിളിക്ക് അർഹനല്ലെന്നർത്ഥം. അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചു, അല്ലെങ്കിൽ വ്യഭിചരിച്ചു, അന്യായമായി ഒരു ശരീരത്തെ കൊലപ്പെടുത്തി, അവൻ കുറ്റവാളിയായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതാണ്. അന്ത്യനാളിൽ അവന് ശിക്ഷ ഇരട്ടിയാക്കപ്പെടും. നരകത്തിൽ അവന് ശാശ്വതമായ ജീവിതവും അനുഭവിക്കേണ്ടി വരും. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണല്ലോ ശിർക്ക് എന്ന് പറയുന്നത്. ബഹുദൈവ വിശ്വാസം, മുഅ്മിനീങ്ങളായ വിശ്വാസികളായ നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. കാണാത്ത ഒരു ശക്തിയെ നാം ആരാധിക്കുന്നു. ലോകത്തുള്ള ഒരു വസ്തുവിനോടും തുല്യതയില്ലാത്ത ഒരു വസ്തുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മളല്ലാത്ത മറ്റേത് വിശ്വാസികളും പല വസ്തുക്കളെയും ആരാധിക്കുന്നവരാണ്. അതിൽ കല്ലുണ്ട്, മുള്ളുണ്ട്, മൂർഖം പാമ്പുണ്ട്, ജീവിയുണ്ട്, മൃഗമുണ്ട്, മനുഷ്യരുണ്ട്, ജീവനുള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്, മുക്കോടി ദൈവങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധനവുമായി വരുമ്പോൾ കഅബാലയത്തിൻ്റെ ഉള്ളിൽ മാത്രം 360 ബിംബങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാം പിന്നീട് പുറത്താക്കി. തൗഹീദ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ മാത്രം അംഗീകരിക്കുക. നമ്മുടെ മുമ്പിൽ ഒരു പ്രതിഷ്ഠയുമില്ല, ഒരു ചിത്രവുമില്ല, ഒരു വിഗ്രഹവുമില്ല, ഒരു പ്രതിമയുമില്ല. ആ നിലക്ക് നമ്മളെ എല്ലാം കാണുന്നു, കേൾക്കുന്നു, നമ്മുടെ ചലനങ്ങൾ വീക്ഷിക്കുന്നു. പാറൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൂടെ ഒരു ഉറുമ്പ് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതുപോലും കേൾക്കാൻ അള്ളാഹുവിന് കഴിയുന്നു. ഇതാണ് നാം അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാധന ചെയ്യാൻ പ്രത്യേകമായ ഒരു സ്ഥലം അതിൻ്റെ ആവശ്യമില്ല. എവിടുന്നും നമുക്ക് ആരാധിക്കാം. മുൻകാലക്കാരായ ആളുകൾക്ക് ആരാധിക്കാൻ അവരുടേതായ പ്രത്യേകമായ ചർച്ചുകളിലോ ആശ്രമങ്ങളിലോ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. നമുക്കില്ല. നമുക്ക് എവിടുന്നും ആരാധിക്കാം. മലയിലാണെങ്കിൽ എവിടെ, ചന്ദ്രനിലാണെങ്കിൽ എവിടെ, പുഴമാട്ടിലാണെങ്കിൽ എവിടെ, പള്ളിയിലാണെങ്കിൽ എവിടെ, അല്ലാത്ത സ്ഥലങ്ങളിൽ എവിടെയും കാരണം എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പടച്ചവനാണ് നാം ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ മാത്രമേ ആരാധിക്കാവൂ. ആ ആരാധനയ്ക്ക് വിഘാതമാകുന്ന എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയുടെ ഏകത്വത്തിന് വിഘാതമാകുന്ന ഒരു പ്രവൃത്തിയും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. വാക്കുകൊണ്ടുണ്ടാകാൻ പാടില്ല, പ്രവൃത്തി കൊണ്ടുണ്ടാകാൻ പാടില്ല, വിശ്വാസം കൊണ്ടുണ്ടാകാൻ പാടില്ല. പ്രവൃത്തി എന്നതിനിപ്പോൾ ഉദാഹരണം എൻ്റെ ഈ കൈവിരൽ ഇതാ,
ഈ നീർത്തിപ്പിടിച്ച കൈവിരൽ എനിക്ക് സ്വന്തമായി ഇനി മടക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നത് അള്ളാഹുവിൻ്റെ കഴിവിൽ ശിർക്ക് ചേർക്കലാണ്, പങ്കു ചേർക്കലാണ്. എൻ്റെ എന്ത് കാര്യങ്ങളും അത് അള്ളാഹു തീരുമാനിക്കണം. എനിക്ക് സ്വന്തമായ ഒരു കഴിവില്ല. ലോകത്ത് ഒരു നബിക്കുമില്ല, ഒരു പ്രവാചകനുമില്ല, ജിന്നിനുമില്ല, ഇൻസിനുമില്ല. അള്ളാഹു കൊടുത്ത കഴിവല്ലാതെ ലോകത്ത് ഒരാൾക്കും ഒരു കഴിവുമില്ല. പക്ഷെ അള്ളാഹു ഒരാൾക്ക് ഇത്രേ കൊടുക്കൂ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹു കൊടുക്കാൻ തീരുമാനിച്ചാൽ കയ്യും കണക്കുമില്ലാതെ കൊടുക്കുമെന്ന് ഖുർആൻ തന്നെ പറയുന്നു. പക്ഷെ അതെല്ലാം കൊടുത്തതാണ്. ലോകത്ത് എന്തെല്ലാം അറിവുകളുണ്ടോ മഹാനായ ഇമാം സ്വാമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ എല്ലാ ഇൽമും പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മരിക്കുന്നതിൻ്റെ മുമ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഇമാം സ്വാമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാണ്, അങ്ങനെ നമ്മൾ വിശ്വസിച്ചാലും അള്ളാഹുവിനോട് പങ്കു ചേർക്കലാകുമോ? ഇല്ല. കാരണം അള്ളാഹുവിൻ്റെ കഴിവ്, അള്ളാഹുവിൻ്റെ വിവരം ഒരാൾ കൊടുത്തതല്ല. പ്രവാചകൻ്റേതായാലും ജിന്നിൻ്റെതായാലും ഇൻസിൻ്റെതായാലും സാധാരണ മനുഷ്യരുടേതായാലും ആർക്കൊക്കെ വല്ല പ്രത്യേകതയും അറിവുകളും ഉണ്ടോ, ഇതൊക്കെ അള്ളാഹു കൊടുത്തിട്ട് വേണം. അവിടെ തന്നെ വലിയൊരു വേർതിരിവാണ്. ഇനി മനുഷ്യന് ജീവൻ കൊടുത്താലും ശരി, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജീവൻ കൊടുത്തു പല വസ്തുക്കൾക്ക്. ഈസാ നബി അലൈഹി സ്വലാം പല വസ്തുക്കൾക്ക് ജീവൻ കൊടുത്തു. റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, മരണപ്പെട്ടു പോയ എൻ്റെ മകളെ റസൂലുള്ളാഹി തങ്ങൾ ഖബറിൽ നിന്ന് എണീപ്പിച്ചു തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾ അംഗീകരിക്കുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ കാണിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഖൂമി ബിഇദ്നില്ല. ഖബർ നോക്കിയിട്ട് പറഞ്ഞു, എണീക്കണം, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എണീക്കണം. ആ കുട്ടി എണീറ്റ് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇനി എന്താ ഉപ്പാൻ്റെ കൂടെ വീട്ടിലേക്ക് പോകണോ അതോ ഖബറിലേക്ക് പോകണോ? അതാ കുട്ടി പറഞ്ഞു, ഞാൻ ഖബറിലേക്ക് തന്നെ പോയിക്കോളാം. ഈ ഹദീസാണ് ഉലമാ തെളിവ് പിടിച്ചത്. ഇത് ചെറിയ കുട്ടികൾ അവർ കാഫിരീങ്ങളുടെ കുട്ടിയാണെങ്കിൽ പോലും അവർക്ക് ശിക്ഷയില്ല. പ്രായപൂർത്തിയെത്തുന്നതിൻ്റെ മുമ്പ് മരണപ്പെട്ടു പോയ ചെറിയ കുട്ടികൾ കാഫിരീങ്ങളുടെ കുട്ടിയാണെങ്കിലും അവർക്ക് ശിക്ഷയില്ല. ഖബറിൽ ശിക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി പറയുമായിരുന്നു, ഓ ഞാൻ ഈ ഖബർക്ക് പോകുന്നില്ല, ഞാൻ ബാപ്പാൻ്റെ കൂടെ പോകാൻ. പക്ഷെ ആ കുട്ടി അങ്ങനെ പറഞ്ഞില്ല. ഇതുപോലെയുള്ള കുറേ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രായപൂർത്തിയെത്തുന്നതിൻ്റെ മുമ്പ് ചെറിയ കുട്ടികൾ കാഫിരീങ്ങളുടെ കുട്ടികൾ മരണപ്പെട്ടു പോയാലും അവർക്ക് ശിക്ഷയില്ല എന്ന് അഹ്ലു സുന്ന വിശ്വസിക്കാനുള്ള കാരണം. പറഞ്ഞുകൊണ്ടുവരുന്നത്, ഇത്രയൊക്കെ അനുഭവങ്ങളും അത്ഭുതങ്ങളും ഒരാൾ കാണിച്ചാലും അള്ളാഹു കൊടുത്ത കഴിവല്ലാതെ വേറെ ഒരാൾക്കുമില്ല. അതുകൊണ്ട് എന്ത് കഴിവ് ഒരാൾക്ക് കൊടുത്താലും നമ്മളവരെ പടച്ചവനാക്കൽ വരില്ല. അതെല്ലാം അള്ളാഹു കൊടുത്തതാണ്. അതിൻ്റെ ഒരു വേർതിരിവാണ് അള്ളാഹു താല സൂറത്ത് ഇഖ്ലാസിൽ, സൂറത്ത് തൗഹീദ് എന്നും അതിന് പേരുണ്ട്. അള്ളാഹു താല പറയുന്ന ആ ഒരു മതിൽക്കെട്ട്, ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ നബിയെ തങ്ങൾ പറയണം, അള്ളാഹു അഹദാണ്, അള്ളാഹു ഒരുവനാണ്, നമ്മൾ ഒരുവനാണ്. ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് അല്ലാഹു സമദ്. പക്ഷെ അള്ളാഹു സമദായ ഒരുവനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിലേക്ക് ആശ്രയിച്ചുകൊണ്ടൊരുവനാണ്. അള്ളാഹു നിരാശ്രയനായ ഒരുവനാണ്. വേറെ ഒരാളുടെയും ആവശ്യമില്ല. നമുക്ക് അള്ളാഹുവിൻ്റെ ആവശ്യമുണ്ട്. അള്ളാഹുവിൻ്റെ അടിമകളിൽ തന്നെ പരകോടി മനുഷ്യരുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഈ പള്ളിയിൽ ഇരിക്കുമ്പോൾ തന്നെ എത്ര ആളുകളുടെ പ്രവർത്തനത്തിന് കാരണമായ ഒരു പള്ളിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ സ്വന്തം ശരീരത്തിൽ തന്നെ മജ്ജയുണ്ട്, മാംസമുണ്ട്, എല്ലുണ്ട്, ഞെണുണ്ട്, രക്തമുണ്ട്, മസിലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പല വസ്തുക്കളാൽ അള്ളാഹു മുറക്കബായതല്ല, സംയോജിച്ചതല്ല. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദിന് വിരുദ്ധമാവുന്ന ഒരു പ്രവൃത്തിയും ഒരു മനുഷ്യനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ വമൻ യഫ്അൽ ദാലിക, അങ്ങനെ വല്ല പ്രവൃത്തിയും ഒരാൾ ചെയ്താൽ കുറ്റവാളിയായി അള്ളാഹുവിനെ കാണേണ്ടി വരും.
യുദാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹു അവന് ശിക്ഷ ഇരട്ടിയാക്കപ്പെടും. വയഖ്ലുദു ഫീഹി മുഹാനാ, അവൻ നരകത്തിൽ ശാശ്വതനായി ജീവിക്കേണ്ടി വരും, നിസ്സാരക്കാരനായി. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹാ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറൻ റഹീമാ. തെറ്റു ചെയ്ത കുറ്റവാളികൾ, വ്യഭിചരിച്ചു പോയ ആളുകൾ, അന്യായമായി മറ്റുള്ളവരെ കൊലപ്പെടുത്തിയ ആളുകൾ, അവർ തൗബ ചെയ്താൽ, ശേഷം സുഹൃതങ്ങൾ പ്രവർത്തിച്ചു ജീവിച്ചാൽ അല്ലാഹു തആല അവരുടെ സയ്യിആത്ത് വരെ ഹസനാത്താക്കി മാറ്റിക്കൊടുക്കുന്നതാണ്. കണ്ടോ, നല്ല നിഷ്കളങ്കമായ തൗബയുണ്ടായാൽ ചെയ്തു പോയ തെറ്റുപോലും അല്ലാഹു ഹസനാത്താക്കി മാറ്റിക്കൊടുക്കുന്ന, അത് ഭയങ്കര സംഭവമാണ്. തൗബ ചെയ്യുന്ന ആളുകൾക്ക് പല ഗ്രേഡുകളുണ്ട്. അതിലേറ്റവും മുന്തിയ ഗ്രേഡാണിത്. ഒരാൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ട് അവസാന നിമിഷത്തിൽ വളരെ നിഷ്കളങ്കമായി മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് തൗബ ചെയ്യുക, പടച്ചോനെ ഞാൻ ചെയ്തു പോയ പാപങ്ങളെല്ലാം നീ പുറത്തു തരണം, ഇനി മേലാൽ ഞാൻ ആ തെറ്റുകളൊന്നും ആവർത്തിക്കില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്ത തെറ്റുകളെ മറിച്ച് അല്ലാഹു ഹസനാത്താക്കി കൊടുക്കുന്ന അത്രയും നിഷ്കളങ്കമായ തൗബയുള്ള ആളുകൾക്കാണ് അല്ലാഹു അങ്ങനെ ചെയ്യാം. കണ്ട, ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, സയ്യിആത്ത് പോലും, അവർ ചെയ്ത കുറ്റങ്ങൾ പോലും അല്ലാഹു ഹസനാത്തുകളാക്കി മാറ്റിക്കൊടുക്കും തൗബ ചെയ്യുമ്പോൾ. വകാന അല്ലാഹു ഗഫൂറൻ റഹീമാ, അല്ലാഹു തആല പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യം ചെയ്യുന്നവനുമാണ്. വമൻ താബ വഅമില സ്വാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബാ, അതാ പശ്ചാത്തപിച്ച് സുഹൃതങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ അല്ലാഹു തആല അവന്റെ തൗബയെ സ്വീകരിക്കുന്നതാണ്. മുഅ്മിനായ മനുഷ്യന്റെ മറ്റൊരു വിശേഷണം അല്ലാഹു പറയുന്നു, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ, കള്ളസത്യം ചെയ്യുകയില്ല. അതാണ് മുഅ്മിനായ എൻ്റെ അടിമയുടെ പ്രത്യേകത. വൈദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ, അനർത്ഥങ്ങൾക്കിടയിലൂടെ അരികിലൂടെ അവൻ സഞ്ചരിക്കുമ്പോൾ മാന്യനായി അങ്ങ് നടന്നു പോകും. അത് കാണാനോ അത് കേൾക്കാനോ നിൽക്കുകയില്ല. അതാണ് എൻ്റെ അടിമയുടെ പ്രത്യേകത. മാത്രമല്ല, വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉമ്യാനാ, അല്ലാഹുവിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അവൻ അന്ധനാവുകയോ ബധിരനാവുകയോ ചെയ്യുകയില്ല. അത് കേൾക്കാത്ത മട്ടിൽ ഇങ്ങനെ പോവുക. അല്ലാഹുവിൻ്റെ ഖുർആനിൻ്റെ സന്ദേശം കേൾക്കുമ്പോൾ ഞാനൊന്നും കേട്ടില്ല, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ഒരു രീതി അത് എൻ്റെ അടിമക്കുണ്ടാവുകയില്ല. അല്ലേ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞില്ല റസൂലുള്ളാഹി തങ്ങൾ, കാന ഉമറു വഖാഫൻ ഇൻദൽ ഖുർആൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുർആനിൻ്റെ അരികിൽ സഡൻ ബ്രേക്ക് ഇടുന്ന ആളായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് ഭരണം നടത്തുന്ന കാലത്ത് രാത്രി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരാൾ കള്ളു കുടിച്ചിട്ട് ലക്കും ലഗാനും നഷ്ടപ്പെട്ട ഒരു ചെണ്ടയും മുട്ടി ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീടിൻ്റെ അകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ ചോദിച്ചു, അല്ല, ഈ രാത്രി സമയത്ത് പടച്ചവനെ ആരാധിക്കേണ്ടതിന് പകരം കള്ളും കുടിച്ച് മത്തും പിടിച്ച് ചെണ്ടയും മുട്ടി പാട്ട് പാടേണ്ട ടൈമാണോ ഇത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കിത് ചോദിക്കാൻ ഒരു അവകാശമില്ല. എൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എന്നോട് സമ്മതം ചോദിക്കണ്ടേ? നിങ്ങൾ ഖലീഫ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്, ഇതെൻ്റെ വീടല്ലേ. മുഅ്മിനായ ഒരു മനുഷ്യൻ മറ്റൊരാളെ കാണുമ്പോൾ സലാം പറയണമെന്ന് പറയുന്നില്ലേ? നിങ്ങൾ എന്നോട് സലാം പറഞ്ഞോ? ഒരു മനുഷ്യൻ്റെ അയ്ബുകൾ ഒരിക്കലും നമ്മൾ ചിക്കിക്കുത്തി പരിശോധിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പച്ചയായി പറഞ്ഞിട്ട്
ഞാൻ വാതിലടച്ച് രാത്രി സമയത്ത് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിതിനത് പരസ്യമാക്കാൻ പോയത്? ഈ 3 ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഈ മനുഷ്യൻ ചോദ്യം ചെയ്തു ഉമർ ഇബ്നുൽ ഖത്താബിനെ. അപ്പോൾ ഉമർ ഖത്താബ് അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു, പ്ലീസ് എനിക്ക് ക്ഷമിക്കണം, ഞാനത് ചെയ്ത് തെറ്റായിപ്പോയി. ഒരു ഖലീഫയാണ്. ആ നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങളെ നിർത്തൽ ചെയ്യേണ്ട ബാധ്യത മഹാനവറുകൾക്കുണ്ട്. പക്ഷെ എങ്കിൽ കൂടി ഖുർആനിൻ്റെ ഈ നിയമങ്ങൾ മൂപ്പർക്കും ബാധകമാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. ആ മനുഷ്യന്റെ മുമ്പിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ക്ഷമ ചോദിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കാന വഖാഫൻ ഇൻദൽ ഖുർആൻ. ഖുർആനിന്റെ മുമ്പിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സടംബ്രയ്ക്കിടുന്ന ആളാണ്. അത് കേട്ടാൽ പിന്നെ വേറെ ഒന്നുമില്ല, അപ്പുറത്തേക്ക് പിന്നെ തട്ടിക്കയറി സംസാരിക്കുകയല്ല. അതിന് ക്ഷമ ചോദിച്ചതിന് ശേഷം പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഉപദേശിച്ചു. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ വിശേഷണം. വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉമ്യാന. ഖുർആൻ കേൾക്കുമ്പോൾ അന്ധനായോ ബധിരനായോ പോകുകയില്ല, അതിൽ ആശയം ഉൾക്കൊള്ളും, അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറ്. അതാണ് എൻ്റെ അടിമയുടെ പ്രത്യേകത. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. എൻ്റെ അടിമയുടെ പ്രത്യേകത കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും, ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യും, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. അതാണ് എൻ്റെ അടിമയുടെ പ്രത്യേകത. എന്താണ് ദുആ ചെയ്യുന്നത്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ. പടച്ചവനെ, എൻ്റെ മക്കളിൽ നിന്ന് എൻ്റെ ഭാര്യയിൽ നിന്ന് എനിക്ക് കൺകുളിർക്ക് സന്തോഷം തരണേ പടച്ചവനെ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കും. വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. പടച്ചവനെ, മുത്തഖീങ്ങളായ ആളുകൾക്ക് എന്നെ നീ ഇമാമാക്കണം എന്നും ദുആ ചെയ്യും. ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ. ഈ പറയപ്പെട്ടതുപോലെയൊക്കെ ജീവിച്ച് നടക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല അവർ ക്ഷമിച്ച് ജീവിച്ചതിൻ്റെ കാരണം കൊണ്ട് സ്വർഗത്തിൽ വലിയ സൗധങ്ങൾ പണിഞ്ഞു വച്ചിരിക്കുകയാണ്. വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമ. അതിലേക്ക് അവർ കയറി ചെല്ലുമ്പോൾ അവരെ സലാം പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്യപ്പെടുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. മലക്കുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ട് നിങ്ങൾ ഭൂമിയിൽ കുറേ അടികൊണ്ട്, കുറേ വിഷമിച്ചു, കുറേ രാത്രിയിൽ നിസ്കരിച്ചു, വയറ് വിശന്ന് നിങ്ങൾ നോമ്പ് നോറ്റു, കഷ്ടപ്പെട്ട് ഉംറ ചെയ്തു, ഹജ്ജ് ചെയ്തു, നിങ്ങളുണ്ടാക്കിയ മുതൽ കൊണ്ട് ഒരുപാട് പാവങ്ങളെ സഹായിച്ചു. ഇതെല്ലാം അനുസ്മരിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് അല്ലാഹു തയ്യാറാക്കിയ സ്വർഗമാണ്, വരൂ വരൂ എന്ന് പറഞ്ഞിട്ട് സലാം പറഞ്ഞ് മലക്കൾ ഇങ്ങോട്ട് വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോകും. അല്ലാഹു അതിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖാലിദീന ഫീഹാ ഹസനത മുസ്തഖറൻ വമുഖാമ. അതിൽ ശാശ്വതമായ ജീവിതം അവർക്ക് നയിക്കാം. ഖുൽ നബിയെ, തങ്ങൾ പറയണം, മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. ഈ കാര്യങ്ങളെല്ലാം നേടാൻ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാവുക. നിങ്ങളുടെ ദുആ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിലയും ഉണ്ടാവുകയില്ല എന്ന് സൂറത്തുൽ ഫുർഖാൻ ഇത് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ദ്വാരക്കുക, നല്ലോണം ദ്വാരക്കുക. ഉത്തരം കിട്ടിയാലും തിരക്കിടില്ല, കിട്ടിയില്ലെങ്കിലും തിരക്കിടില്ല. നല്ലോണം ദ്വാരക്കുക. ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ദ്വാരക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, നിങ്ങൾ സ്വർഗം ചോദിച്ചാൽ പോരാ, അള്ളാഹുവിനോട് ദ്വാരക്കുമ്പോൾ ജന്നത്തുൽ ഫിർദൗസ് ചോദിച്ച് ദ്വാരക്കണം. സ്വർഗത്തിലെ ഏറ്റവും ഉന്നത നിലവാരമുള്ള VIP-കൾ താമസിക്കുന്നതാണ് ജന്നത്തുൽ ഫിർദൗസ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം തേടുമ്പോൾ പടച്ചോനെ സ്വർഗം തരണേ എന്ന് പറഞ്ഞാൽ പോലെ ജന്നത്തുൽ ഫിർദൗസ് നൽകണേ എന്ന് പറഞ്ഞിട്ട് തന്നെ ദ്വാരക്കണം. കാരണം അതാണ് ദുആയുടെ ഫലം. അപ്പോ അള്ളാഹു പറയുന്നു, കുൽ നബിയെ, തങ്ങൾ പറയണം, മാ യഅബഉ ബികും റബ്ബി. എൻ്റെ രക്ഷിതാവ്
നിങ്ങൾക്കൊരു വിലയും കൽപ്പിക്കുമായിരുന്നില്ല. ലൗലാ ദുആഉക്കും, നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നെങ്കിൽ. ഇത്രയും കാര്യങ്ങൾ ഒരു മുഅ്മിനായ മനുഷ്യന്റെ വിശേഷണമാണെന്നും ഇതനുസരിച്ച് ജീവിക്കുന്നവനാണ് എൻ്റെ അടിമ എന്ന സ്നേഹത്തോടെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ വിശേഷണങ്ങളാണ് സൂറത്തുൽ ഫുർഖാനിൽ 10 കാര്യങ്ങൾ നമ്മളിത് കേട്ടിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ എല്ലാ നല്ല വിശേഷണങ്ങളും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. റഹ്മാൻ റഹീമായ റബ്ബേ, വിശുദ്ധമായ ഈ ഖുർആനിൻ്റെ വരികളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നീ നന്നാക്കി തരണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ അമലുകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാനും തഖ്വയും നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഈ വിശുദ്ധമായ റജബിലും ശഅബാനിലും റമദാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഒരുപാട് റമദാനുകളെ വരവേൽക്കാനും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കി യാത്രയാക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.